കേരള ടു കേരള കശ്മീർ യാത്ര നമുക്ക് 5 രീതി നമുക്ക് പ്ലാൻ ചെയ്താലോ? അതും ഡൽഹിയും ആഗ്രയും കശ്മീരെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു പ്ലാൻ നമ്മൾ 5 രീതി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന രീതിയിലാണ്. നമുക്ക് ആദ്യത്തെ പ്ലാൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഫസ്റ്റത്തെ പ്ലാൻ അനുസരിച്ച് കേരളം നേരെ ജമ്മുവിലേക്ക് നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. നേരെ ആ ഒരു ട്രെയിൻ ഏകദേശം 3 ദിവസം കൊണ്ട് നമുക്ക് ജമ്മുവിലെത്തുന്നത്. ജമ്മുവിൽ എത്തിയ ശേഷം അവിടെ നേരെ വന്ദേ ഭാരത് ട്രെയിൻ നേരെ ശ്രീനഗറിലേക്ക് പോകുന്നതാണ്. ശ്രീനഗർ എത്തിയ ശേഷം നേരെ സ്വന്തമായിട്ട് നമുക്ക് കശ്മീർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പാക്കേജ് ത്രൂ ആണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3000 രൂപ മുതൽ നമുക്ക് കശ്മീർ ശ്രീനഗർ നമുക്ക് പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. പാക്കേജിൽ നമുക്ക് ഈ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി കപ്പിൾ പാക്കേജ് നമുക്ക് 12000 രൂപ കപ്പിൾ പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. നേരെ ശ്രീനഗറിലെ ഗുൽമർഗും സോനാമർഗും പെഹൽഗാമും ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ്സിംഗ് ശിക്കാർ റൈഡെല്ലാം കഴിഞ്ഞ ശേഷം കശ്മീർ നേരെ വീണ്ടും നിങ്ങൾ ജമ്മുവിലേക്ക് നിങ്ങൾക്ക് വന്ദേ ഭാരത് ട്രെയിൻ വരാവുന്നതാണ്. നേരെ ജമ്മുവിൽ എത്തിയ ശേഷം അവിടെ നേരെ ഡൽഹിയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഡൽഹിയിൽ എത്തിയ ശേഷം റെഡ് ഫോർട്ടും ജമാ മസ്ജിദും അതിന് കുത്തബ് മിനാറും ഡൽഹിയിലെ മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നേരെ വൈകുന്നേരം നിങ്ങൾക്ക് സരോജിനി മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് എല്ലാം കഴിഞ്ഞ ശേഷം നേരെ വീണ്ടും നേരെ ഡൽഹി നേരെ ആഗ്രയിലേക്ക് നേരെ ട്രെയിൻ പോകുന്നതാണ്. ആഗ്രയിൽ എത്തിച്ച് ഊബറോ അല്ലെങ്കിൽ ടാക്സി ത്രൂ നിങ്ങൾക്ക് താജ്മഹലും ആഗ്ര ഫോർട്ടിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ആഗ്ര സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞ ശേഷം അന്നത്തെ ദിവസം രാത്രി നേരെ ആഗ്ര നേരെ കേരളത്തിലേക്കുള്ള രാത്രിത്തെ ട്രെയിനിക്ക് കേരളത്തിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു യാത്ര ഫുൾ ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യില്ലെങ്കിൽ കശ്മീർ യാത്ര എന്ന് കമൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ട്രാവൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.